ഹായ് എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഫുഡ് സോണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്ക ഇറച്ചി ഒലത്തയാണ്. ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 3/4 കിലോ കക്ക ഇറച്ചിയാണ്. 3/4 കിലോ കക്ക ഇറച്ചി അത് നന്നായി കഴുകി അതിൽ അവശേഷിക്കുന്ന മണ്ണും അതുപോലെ കക്കയുടെ തോടും ഒക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇത് നികക്കെ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വീണ്ടും തിളപ്പിക്കുക. ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കുക. കക്കയുടെ ഉള്ളിൽ മഷി പോലുള്ള ഒരു ഭാഗമുണ്ട്. അതിനുശേഷം ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റി കഴിയുമ്പോൾ മാറിക്കിട്ടും. അങ്ങനെ വൃത്തിയാക്കി എടുത്ത് വേണം കക്ക അരച്ച് നമ്മൾ കറി വെക്കാനായിട്ട്. ഇപ്പോൾ അത് തിളപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് ആ വെള്ളം മുഴുവൻ വാർന്നു പോകാനായിട്ട് ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ മസാലക്കൂട്ടുകളൊക്കെ ചേർക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഇത് ഒരു ചട്ടിക്കകത്തിട്ടിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ കൊത്തിയത്, അത് കനം കുറച്ച് കൊത്തിയ തേങ്ങ, അതൊരു കപ്പോളം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 1 ടീസ്പൂൺ അളവിന് ഇഞ്ചിയും അതുപോലെ പൊടിയായി അരിഞ്ഞ് 1 ടീസ്പൂൺ അളവിന് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ അളവിന് മീറ്റ് മസാലയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി ചേർത്ത് അത് നന്നായിട്ട് ചേരണം. അതുമ്പോൾ നമ്മുടെ മസാലക്കൂട്ടും കക്കായും എല്ലാം കൂടെ നന്നായിട്ട് ഇളകി ചേർന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഇറച്ചി നേരൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിത് അല്പം കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊരു മൂടി വെച്ച് മൂടി ഈ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കണം. വറ്റുന്നവരെ ആകുമ്പോൾ നന്നായിട്ട് വെന്തിരിക്കും. നമ്മുടെ കക്ക അരച്ച് വെന്തിരിക്കും. നന്നായിട്ട് പറ്റുന്നിടം വരെ അത് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയം വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാണ്ട്. ഇപ്പം നമ്മുടെ കക്ക ഇറച്ചി നല്ലപോലെ വെന്ത് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമയം എല്ലാം തീർത്ത് പറ്റിയിട്ടുണ്ട്. അത് അങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാനാണ്. കടുക് താളിക്കാനായിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് അത് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 125 മില്ലി എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നത് നന്നായിട്ടിരിക്കും. എന്നാന്ന് വെച്ചാൽ നമ്മുടെ കക്ക ഇറച്ചി നന്നായിട്ട് വരണ്ട് വേണം. 125-150 മില്ലി എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിന് കടുകിട്ട് ആ കടുകിലേക്ക് കടുകൊന്ന് പൊട്ടിക്കരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും, പൊടിയല്ല ചതച്ച കുരുമുളക്, അത് ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടി ഇട്ട് മൂപ്പിച്ച്, കുരുമുളക് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാകും. അത് മൂപ്പിച്ച് അത് നന്നായിട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു 5 ചുവന്നുള്ളിയുടെ അല്ലി, അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് പറ്റിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കക്ക ഇറക്കിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്നുകൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കക്ക അത് റെഡിയായി. കക്ക നല്ല റെഡിയായിട്ടിരിക്കും. ഇത് നിങ്ങൾക്കെല്ലാം എളുപ്പം ചെയ്യാവുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു.